ഹലോ എവ്രിവൺ, എൻ്റെ പേര് ഐശ്വര്യലക്ഷ്മി എസ് നായർ. ഞാൻ ബ്രില്യൻ ബാലയിലെ Q46 ബാച്ചിലായിരുന്നു. ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാമിൽ 593 മാർക്കും 1911 ഓൾ ഇന്ത്യ റാങ്കും നേടാൻ സാധിച്ചു. ഞാനിപ്പോൾ എയിംസ് ഗോരഖ്പൂരിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എയിംസ് ഗോരഖ്പൂരിനെ കുറിച്ച് ചോദിച്ചാൽ ശരിക്കും പുതിയ എയിംസ് ആയതുകൊണ്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ വന്നപ്പം തൊട്ട് ഇപ്പം വരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഏറ്റവും നല്ലതായിരുന്നു. ഈവൻ OPD ഫ്ലോ ഭയങ്കര കൂടുതലാണ് ഇവിടെ. പിന്നെ അത് ശരിക്കും കണ്ടപ്പോൾ തന്നെ ദൈവം ഇത്ര ഉണ്ടോ, കാരണം പുതിയ എയിംസ് ആയതുകൊണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇവിടെ ഭയങ്കര ഫ്ലോ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. പിന്നെ ഫെസിലിറ്റീസ് ആണെങ്കിലും നല്ല ഫെസിലിറ്റീസ് ആണ്. മെന്റേഴ്സ്, നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും നല്ലതാണ്. പിന്നെ റിസർച്ച് ഫെസിലിറ്റി ഉണ്ട് പിള്ളേർക്ക്. അങ്ങനെ പോകാൻ ഇഷ്ടമുള്ളവർക്ക് അതിനുള്ള ഓപ്ഷൻസും ഒക്കെ തരുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഈവൻ സീനിയേഴ്സ്, ദ ഹോസ്റ്റൽ ഫെസിലിറ്റി എല്ലാം കൊണ്ടും ഒരു നല്ല ക്യാമ്പസ് ആണ്. ഈവൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇവിടുന്ന് അടുത്താണ്. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷനും അടുത്ത് തന്നെയാണ്. അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു എയിംസ് ആണ് എയിംസ് ഗോരഖ്പൂർ. പിന്നെ ബ്രില്യൻറ്റ്, ശരിക്കും ഈ വിജയത്തിന് ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്ന ബ്രില്യൻ ബാലയോടാണ്. നമ്മുടെ ഡയറക്ടേഴ്സ് ആണെങ്കിലും, നമ്മുടെ ജസ്റ്റിസ് സാർ ആണെങ്കിലും, ജോസഫ് സാർ ആണെങ്കിലും, എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ജിത്തു സാർ, പിന്നെ നമ്മുടെ ടീച്ചേഴ്സ്, ദ അമേസിങ് ഫാക്കൽറ്റി. ശരിക്കും നമുക്ക് എന്ത് മനസ്സിലാവാത്തതോ അവർ എത്രത്തോളം പറഞ്ഞു തരാനും റെഡിയാണ്. ശരിക്കും നമ്മൾ ചോദിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു നല്ലൊരു ഫാക്കൽറ്റി ടീം ആയിരുന്നു. ശരിക്കും സാർമാര് ഭയങ്കര ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതാണ് അവരോട്. പിന്നെ നമ്മുടെ വാർഡൻസ് ആണെങ്കിലും അങ്കിൾമാരും ആന്റിമാരും എല്ലാവരും തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ഒരു എൻവയോൺമെന്റ് ആയിരുന്നു ബ്രില്യൻറ്റ് ശരിക്കും തന്നിരുന്നത്. പിന്നെ ഞാൻ Q46 ബാച്ചിലായിരുന്നു. ഞങ്ങളുടെ ക്ലാസ് അമേസിങ് ക്ലാസ് ആയിരുന്നു. ഞാൻ ശരിക്കും എനിക്ക് ഹോസ്റ്റലിൽ ഇരിക്കുന്നതിനേക്കാൾ ക്ലാസ്സിൽ പോകാനായിരുന്നു താല്പര്യം. കാരണം നല്ല രസമായിരുന്നു. ടെൻഷൻ കുറയാൻ ക്ലാസ്സിൽ പോയാൽ ശരിക്കും സ്ലീപ്പിംഗ് പിൽ പോലായിരുന്നു ക്ലാസ്. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ക്ലാസ്സിൽ വന്നാൽ തീരും. സാറിനാണെങ്കിലും നല്ല എൻജോയ്മെന്റ്. ശരിക്കും ഒരു ഭയങ്കര വൈബായിരുന്നു ക്ലാസ്. ഞങ്ങൾ എക്സാമിന് മുമ്പായിരുന്നു ചെറുപറ സംസാരിക്കുക, സർവമിണ്ടായിരിക്കും പിള്ളേരെ എക്സാമിന് എന്തെങ്കിലും പഠിക്കുക അങ്ങനെ പറയുമ്പോഴത്തേക്ക് ശരിക്കും ആ ഒരു ലെവലില് പക്ഷെ നല്ലപോലെ പഠിച്ച് അങ്ങനെ ഒരു ക്ലാസ് ആയിരുന്നു ഞങ്ങളുടേത്. നമ്മൾ ഒന്നും അറിയാൻ ചെന്നാൽ പോലും ബ്രില്യൻറ്റ് നമ്മളെ പെർഫെക്റ്റ് ആക്കിയിട്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കിയാൽ നമ്മൾ വിടത്തുള്ളൂ. ശരിക്കും നമ്മളെ ബ്രില്യൻറ്റിന്റെ ആ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്താൽ മാത്രം മതി. അവർ നമ്മളെ ട്രസ്റ്റ് ദ പ്രോസസ്. അവർ എത്ര നമുക്ക് വീക്ക്നെസ് ഉണ്ടെങ്കിലും നമ്മൾ തുറന്നു പറഞ്ഞ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഇഷ്ടം പോലെ ബ്രില്യൻറ്റില്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷൻ. അതായത് ആദ്യം മാർക്ക് നല്ല പോലെ വന്നിട്ട് മാർച്ചിൽ ഏപ്രിൽ അവസാനം, ഏപ്രിൽ ഒരു പകുതി ആയപ്പോൾ തൊട്ട് എൻ്റെ മാർക്ക് ഭയങ്കര ഡിപ്പ് വരാൻ തുടങ്ങി. റാങ്കിൽ വേരിയേഷൻ വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായിരുന്നു എന്താവും. ഈവൻ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഡയറക്ടേഴ്സ് മീറ്റിംഗ് വെക്കുക. ആ ഒരു മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും മനസ്സിലാവും നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പം എക്സാം ഭയങ്കര ടഫായിട്ടുള്ളപ്പോഴത്തേക്കും സാറിന്റെ, ഞാൻ A ബ്ലോക്കിലായിരുന്നു. അപ്പം മൈക്കിൽ കൂടെ പറയുമ്പോഴത്തേക്കും എന്താണ് അടുത്ത എക്സാമിന് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിങ്ങനെ പ്രതീക്ഷിച്ച് ശരിക്കും എന്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യണമെന്നുള്ള അവർ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഞാൻ ഗാലക്സി ഇന്നിലായിരുന്നു. അപ്പം ഹോസ്റ്റൽ മീറ്റിങ്ങിനകത്ത് ഞങ്ങൾക്ക് വന്നിരുന്ന സ്റ്റീഫൻ സാർ ആയിരുന്നു. അപ്പൊ സ്റ്റീഫൻ സാർ എല്ലാ എക്സാമിന് മുമ്പ്, ഈവൻ യൂണിറ്റ് എക്സാമിന്റെ മുന്നേ യൂണിറ്റ് വൈസ് വരുമ്പോഴത്തേക്കും, മോഡൽ എക്സാം തുടങ്ങിയപ്പോൾ യൂണിറ്റ് വൈസ് വന്നപ്പോൾ ആദ്യം സാർ അതിന്റെ മുമ്പ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. പിന്നെ യൂണിറ്റ് കോമ്പിനേഷൻ വന്നപ്പോഴത്തേക്ക് അതിന്റെ മുമ്പ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ ലാസ്റ്റ് സാറ് സത്യം എല്ലാ മീറ്റിങ്ങിന് മുമ്പ് എങ്ങനെ ഇത് ചെയ്ത് തീർക്കണം, എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ടെൻഷൻ കുറയ്ക്കാൻ ശരിക്കും അത് ഹെൽപ്പ് ചെയ്തു. എങ്ങനെ ഇതിനെ മുന്നോട്ട് പോകണം, നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് അറിയാത്ത പോർഷൻസ് നോക്കുക, അത് കഴിഞ്ഞിട്ട് മറ്റേ കട്ടിയുള്ള പോർഷൻസ് നോക്കുക, അങ്ങനെയൊക്കെ. ജോർജ് സാറിന്റെ മീറ്റിംഗ് ആണെങ്കിലും നമുക്ക് A ബ്ലോക്കിൽ സാറ് പറയുമ്പോഴത്തേക്കും സാറ് പറഞ്ഞ ഒരു സമാധാനമാണ്. സാറ് പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ ഇത് ഇത്രേ ഉള്ളൂ. അങ്ങനെ ശരിക്കും ആ ഒരു ഫീലിംഗ്, അവരുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും എന്ത് കോൺസെപ്റ്റ് നമുക്ക് എത്ര നമ്മൾ ഡൗട്ട് ചോദിച്ചാൽ ശരിക്കും അവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും ബേസ് ലെവലിൽ നിന്ന് അവർ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ നമുക്ക് ടെൻഷൻ വന്നാൽ നമ്മൾ തുറന്ന് സംസാരിക്കുക. അതിന് നമ്മുടെ മെന്റേഴ്സ്, ക്ലാസ് ടീച്ചേഴ്സിന്റെ റോൾ ഭയങ്കര. അജിത്ത് സാറ് ശരിക്കും എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറിനെ പോയി പറയും. അപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും അതെന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ജേർണിയില്. പിന്നെ
വാർഡൻസ് ആണെങ്കിലും നമ്മുടെ മാർക്ക് റിപ്പോർട്ട് നോക്കിയിട്ട് ഇന്നത് കുറഞ്ഞു, എന്താ പറ്റി, എന്താ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്താൽ മതി, ടെൻഷൻ ഒത്തിരി എടുക്കണ്ട, സ്ട്രെസ് എടുക്കണ്ട, അങ്ങനെ പറയുമ്പോഴത്തേക്കും പ്രതിഭ മിസ് ആയാലും ആതിര മിസ് ആയാലും ഒക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ആ സമയത്ത്. ഇങ്ങനെ ചെയ്താൽ മതി, ഇതിനെക്കുറിച്ച് ഇതെന്താ പറ്റി, അങ്ങനെ ശരിക്കും നമ്മളത് എക്സാം കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്നു പറയുമ്പോഴത്തേക്കും നമുക്കൊരു സമാധാനമായിരുന്നു. അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അതെല്ലാം. പിന്നെ ക്യാമ്പസ് ലൈഫ്, ബ്രില്യൻറ്റിലെ ലൈഫ് ശരിക്കും നല്ലതായിരുന്നു. പിന്നെ നമുക്ക് 8 തൊട്ട് 5 വരെ വരുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കം വരും, സ്വാഭാവികമാണ്, എനിക്കും വന്നിട്ടുണ്ട്. പക്ഷെ ഉറക്കം വരാതിരിക്കാനുള്ള വഴികൾ നോക്കാം. ഈവൻ നമുക്ക് ബ്രേക്ക്, നമുക്ക് മോൻ പോയി കഴിയുക, അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം. പിന്നെ ചായ കുടിക്കാം, പിന്നെ ഹങ്കർ ബ്രേക്ക്, പല വേക്കേഴ്സ് എല്ലാം ഉണ്ടല്ലോ. ശരിക്കും അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മളെങ്ങനെ ഹാപ്പി ആയിട്ട് ഈ ജേർണിയിൽ മുന്നോട്ട് പോകാന്നുള്ള രീതിയിൽ നോക്കണം. പിന്നെ ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആവരുത്. ജേർണി ശരിക്കും ഭയങ്കര ടഫാണ്. 8 മാസം ശരിക്കും ഏതൊക്കെ ഇമോഷൻസ് ഉണ്ടോ അതിലൂടെ എല്ലാം നമ്മൾ പോകും. പക്ഷെ ഇതിലെല്ലാം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള യുണീക്ക് വേ ഉണ്ടായിരിക്കും. കമ്പയർ ചെയ്യാതിരിക്കുക. പിയർ പ്രഷർ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എൻ്റെ ഹോസ്റ്റൽ റൂംമേറ്റ്സ്, ഞാൻ ശരിക്കും ബ്ലെസ്ഫുൾ ആയിരുന്നു ആ കാര്യത്തിലെല്ലാം. കാരണം ഞങ്ങൾ ഭയങ്കര ഒരേപോലെ വട്ടാവും, ഒരേപോലെ ഓണാവും, ഒരേപോലെ ഡൗൺ ആവും. അപ്പം നമ്മൾ ആ ഒരു കൂടെ പോകുന്ന ആ ഒരു രീതി, ഈവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞങ്ങളിരുന്ന് ഓരോ കാര്യം പറയുമ്പോൾ ശരിക്കും ബ്രേക്ക് വരുമ്പോൾ ഞങ്ങൾ ചുമ്മാ ഇറങ്ങും. അപ്പം നമുക്ക് എങ്ങനെയാണോ ഹെൽത്തി ആയിട്ട് ഈ മുന്നോട്ട് പോകാൻ പറ്റുന്ന ആ രീതിയിൽ നോക്കുക. നമ്മൾ പഠിക്കണം, അതിൻ്റെ കൂടെ നമ്മുടെ മെന്റൽ ഹെൽത്തും കൂടി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അപ്പം തന്നെ അതൊന്ന് ശരിക്കും പോകും. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് പറഞ്ഞത്. പിന്നെ അപ്പം ആ ടെൻഷനൊക്കെ കുറച്ച രീതിയിൽ വെക്കുക. പിന്നെ പറയുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റ് ആയിട്ട്, ഇപ്പം കെമിസ്ട്രി ആണെങ്കിൽ എനിക്ക് ഭയങ്കര പാടായിരുന്നു. കെമിസ്ട്രി ഞാൻ എത്ര പഠിച്ചാലും എൻ്റെ കൂടെ നിൽക്കത്തില്ലായിരുന്നു. പക്ഷെ ഫിസിക്സ് ഞാൻ പഠിച്ച കൂടെ നിൽക്കുമായിരുന്നു. ബയോളജി നമ്മൾ A to Z, ഈച്ച് ലൈൻ, ഈച്ച് സെന്റൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനൊക്കെ നമ്മൾ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുക. ലൈബ്രറി ആണെങ്കിലും ലേണിംഗ് ആപ്പ് ആണെങ്കിലും ടീച്ചേഴ്സിൻ്റെ നോട്ട്സ് ആണെങ്കിലും ലെക്ചർ നോട്ട്സ്. ഞാൻ മോഡൽ എക്സാം വന്നപ്പോഴത്തേക്കും ലെക്ചർ നോട്ട്സ് നല്ലപോലെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ലെക്ചർ നോട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇപ്പോൾ യൂണിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് അതിനൊക്കെയുള്ള സമയം കിട്ടും. അപ്പം അതൊക്കെ ഇപ്പോഴേ ചെയ്യാൻ പറ്റുമെങ്കിൽ നേരത്തെ ചെയ്യുക. അപ്പം നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. നല്ലപോലെ ലൈബ്രറി യൂസ് ചെയ്യുക, നല്ലപോലെ ലേണിംഗ് ആപ്പ് യൂസ് ചെയ്യുക. ലേണിംഗ് ആപ്പില് ChatGPT-യോടൊക്കെ ചോദിച്ച് ഇഷ്ടംപോലെ ഡിമോണിക്സ് കിട്ടും. അവര് ഫീഡ് കളഞ്ഞിട്ടില്ല എങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. അപ്പം ഞാൻ ശരിക്കും അത് ഉപയോഗിച്ചായിരുന്നു. എന്ത് അറിയത്തില്ലെങ്കിൽ നിമോണിക്സ് എന്ന് പറഞ്ഞാൽ ഇട്ടുകൊടുക്കുമ്പോൾ ഇട്ട് തരും. അതിനകത്ത് നമ്മുടെ വാലിഡ് ആണോ നോക്കിയിട്ട് നമ്മൾ അത് എടുത്തു വെച്ചാൽ മതി. ഈവൻ സാറുമാരുടെ ക്ലാസ്സിനകത്ത് അവർ ഇഷ്ടം പോലെ അവർ പറഞ്ഞുതരും നമ്മൾ എങ്ങനെ ഇത് പഠിക്കണമെന്നുള്ള. D ബ്ലോക്ക്, F ബ്ലോക്ക് ഒക്കെ വരുമ്പോഴത്തേക്കും ആ ടേബിൾ HCP CCP അതൊക്കെ പഠിക്കാനുള്ള വഴി സാറന്മാരായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരും. അത് നമ്മൾ പഠിക്കുക. പിന്നെ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കുക. ഇപ്പം 8 തൊട്ട് 5 മണി വരെ ക്ലാസ് വരുമ്പോൾ ഉറക്കം വരും. ഞാൻ ഉറക്കത്തെ ഓവർകം ചെയ്ത് ഫോൺ കഴിയുമായിരുന്നു. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ സാർ എന്തെങ്കിലും പറഞ്ഞുവല്ലോ ടോപ്പിക്ക്, മലയാളത്തിലായിരിക്കും പറയുന്നത്, ഇംഗ്ലീഷിലായിരിക്കും പറയുന്നത്. ഞാൻ ഇപ്പം കുരുകുര ചെറുതായിട്ട് ഹിന്ദിയിൽ എഴുതി വെക്കും. കാരണം അറിയാത്ത ഭാഷയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമല്ലോ, എന്താ ഇത് പോകുന്നത്, നമ്മളപ്പോൾ ശ്രദ്ധിക്കും. അപ്പം നമ്മൾ ഉറങ്ങത്തില്ല. നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങാതിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുക. ഇപ്പൊ മലയാളത്തിലാണെങ്കിലും ചെറുതായിട്ട് എഴുതി വെക്കുക. ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുന്ന ടോപ്പിക് ആണെങ്കിൽ മലയാളത്തിൽ എഴുതി വെക്കുക, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതി വെക്കുക. അപ്പം അതായത് ചുമ്മാ കേൾക്കുന്ന നമ്മൾ ഉറങ്ങി പോകുന്ന നമുക്ക് മനസ്സിലാവും. അപ്പം അവിടെ എഴുതുക. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആക്റ്റീവ് ആവും. അപ്പൊ നമ്മൾ ഉറങ്ങാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ചില കോമൺ ഭാഗം കാണും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതിനൊക്കെ ഫോക്കസ് ചെയ്യുക. പിന്നെ ഇപ്പം എക്സാംസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി എഫക്റ്റീവ്. നമ്മളെ കൊണ്ട് അവർ എക്സാം എഴുതിപ്പിച്ച് ആ ടോപ്പിക്ക് മുഴുവൻ നമ്മളെ കൊണ്ട് പഠിപ്പിച്ചിരിക്കും. നമുക്ക് എല്ലാവർക്കും കോമൺ ആയി തെറ്റുന്ന പോർഷൻസ് ഒക്കെ സാറുമാർക്ക് അറിയാം. സാറുമാർ അവിടെ നിന്നൊക്കെ എടുത്തിടും. അങ്ങനെ നമ്മൾ അതിനെ പച്ച വെള്ളം പോലെ പഠിക്കുന്ന രീതിയിൽ നമ്മൾ ബ്രില്യൻറ്റ് മാറ്റും. അതങ്ങനെ, ആ പ്രോസസ്സ് അങ്ങനെയാണ്. പിന്നെ ശരിക്കും പേടിക്കാതിരിക്കുക. ഇതിനെല്ലാം ഹാപ്പി ആയിട്ട് കാണാം. എക്സാംസ് ടഫ് ആയിരിക്കും, ഈസി ആയിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ എക്സാംസിന് എക്സാം കഴിയുമ്പോൾ നമുക്ക് പ്രൈസ് കിട്ടത്തില്ലേ? ക്യാഷ് പ്രൈസ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പാലാ ബേക്കേഴ്സിൽ പോവാം, ഹങ്കർ ബ്രേക്കിൽ പോവാം, ഈ കഴിച്ചൂടെ? അങ്ങനെ ചിന്തിക്കുക. എല്ലാത്തിനെയും പോസിറ്റീവായി ചിന്തിക്കുക. ഞങ്ങൾ അങ്ങനെ ആയിരുന്നേ.
കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ആഘോഷിക്കാനുള്ള വക നമുക്ക് കിട്ടും. അപ്പം നമ്മൾ എക്സാമിനെ നല്ല രീതിയിൽ കാണും. ഈ എക്സാം ഞാൻ പഠിച്ചിട്ട് ഞാൻ എഴുതും, ഞാൻ എല്ലാം എഴുതിയിരിക്കും. അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ടാക്കുക, ഹാപ്പി മെന്റാലിറ്റി ഉണ്ടാക്കി പകുതി പരിപാടി നല്ല ഈസി ആയിട്ട് കഴിയും. എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നമില്ലായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര കൂളായിരുന്നു. പക്ഷെ എനിക്ക് ടെൻഷൻ കൂടി തുടങ്ങിയത് മോഡൽ എക്സാമിന്റെ ജനുവരി ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എന്റെ ടെൻഷൻ കൂടി തുടങ്ങി. കാരണം ആദ്യം നല്ല റാങ്ക് വന്നിട്ട് പിന്നീട് ഒരു ഡിപ്പ് വന്നു. ചെറിയ ഡിപ്പായിരുന്നു, എന്നാൽ പോലും എനിക്ക് അവിടെ ടെൻഷൻ വന്നു. എനിക്ക് ആ സമയത്ത് ടെൻഷൻ വരുന്നത്. പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ ഇല്ലാതാക്കിയുള്ള ഗുണം നമുക്ക് ആ ടോപ്പിക്ക് മാക്സിമം കവർ ആയിരിക്കും. പിന്നെ നമുക്ക് ഈ ലാസ്റ്റ് മോഡൽ വരുമ്പോൾ ടെൻഷൻ നമ്മളത് നമ്മുടെ മെന്റേഴ്സിനോട് സംസാരിച്ചാൽ, നമ്മുടെ സാർമാരോട് സംസാരിച്ചൊക്കെ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ടെൻഷൻ ഇല്ലാതാക്കുക. ഇത് നടന്നോളും. ഈ പ്രോസസ്സിനകത്ത് നമ്മൾ ട്രസ്റ്റ് ചെയ്താൽ ഇത് നല്ലപോലെ നടക്കും എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഇനി ഞാൻ സബ്ജക്റ്റ് ആയിട്ട് പറയാം. ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും വായിക്കാൻ പറ്റുന്ന സമയം വായിക്കുക. ലാസ്റ്റിലേക്ക് വെക്കാതിരിക്കുക. ലാസ്റ്റിലേക്ക് വെച്ചാൽ നമുക്ക് വായിക്കാനുള്ള സമയം കിട്ടത്തില്ല. ഇപ്പം നമുക്ക് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ ഒക്കെ ആണെങ്കിൽ കുറേ ഒന്നും നമുക്ക് മനസ്സിലാവത്തോലില്ല. പക്ഷെ നമ്മൾ ശ്രമിക്കുക. നമ്മൾ വായിച്ചു നോക്കുമ്പോഴത്തേക്കും ഞാൻ വായിക്കുമായിരുന്നു. വായിക്കണോന്ന് ചോദിച്ചാൽ വായിക്കുന്ന നല്ലതാ. എന്തെങ്കിലുമൊക്കെ കാണും, എന്തെങ്കിലുമൊക്കെ ചില പോയിന്റ്സ് കാണും. ഇന്നതുപോലെ പെട്ടെന്ന് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ കുറച്ച് ടിപ്സ്, പോയിന്റ്സ് പോണ്ടറിലാട്ടെ ക്വസ്റ്റ്യൻസിനകത്താട്ടെ എവിടെങ്കിലുമൊക്കെ കുറച്ച് ടിപ്സ് കാണും, എങ്ങനെ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാന്നുള്ളത്. അപ്പൊ ഈ എങ്ങനെ ചെയ്തെടുക്കാന്നുള്ള ടിപ്സ് എവിടെങ്കിലുമൊക്കെ കാണുന്നതുകൊണ്ട് ഞാൻ പറയും ഒരു തവണയെങ്കിലും ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. പറ്റുന്ന സമയം കൊണ്ട് അത് വായിക്കാൻ നോക്കുക. ചുമ്മാതാണെങ്കിലും ബോറടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ ഒക്കെ ഞാൻ ശരിക്കിരുന്ന് വായിച്ചിട്ടുണ്ട്. ഈവൻ മറ്റേ ഓരോ റിയാക്ഷൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എനിക്ക് ഈ പെട്ടെന്ന് അതായത് എപ്പോഴും മറക്കുന്ന കാര്യങ്ങൾ ഞാൻ കുരുകുരായിട്ട് എന്റെ ബെഡ് ജനലിന്റെ സൈഡിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഫേസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. എനിക്ക് ആ സീനിയർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അപ്പം ഞാൻ ആ സൈഡിലോട്ട് ഇങ്ങനെ കുരുകുര എഴുതി. അപ്പൊ നമ്മൾ ഈ കൈ വെക്കുന്ന സ്ഥലത്തൊക്കെ എന്തെങ്കിലും കുരുകുര ഉള്ളപ്പോൾ നമ്മൾ നോക്കുമല്ലോ എന്താ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം. നമ്മുടെ അറ്റൻഷൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ എഴുതി വെക്കാം. അങ്ങനെ നമുക്ക് കുറെയൊക്കെ ടെൻഷൻ എടുക്കാതെ, സ്ട്രെസ് എടുക്കാതെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറെ വഴികൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള വഴി ഇപ്പൊ ഇരുന്ന് കണ്ടെത്തുക. മോഡൽ എക്സാമിന്റെ സമയത്തിലേക്ക് എക്സ്പീരിമെന്റ്സ് ചെയ്യാനുള്ളത് വെക്കരുത്. ഇപ്പം നമുക്ക് എങ്ങനെയൊക്കെ കണ്ടെത്താം, എങ്ങനെയൊക്കെ ചെയ്യാം, എനിക്ക് എങ്ങനെയൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാന്നുള്ളത് ഇപ്പോഴേ മനസ്സിലാക്കി ഇപ്പൊ ആ ഒരു രീതിയിൽ ഈ കുറെ ലോഡ് വെക്കുന്നതിന് പകരം ഇപ്പൊ മോർഫോളജി ആണെങ്കിലും ആ ഓരോ പ്രാക്ടിക്കലിന് വരുമ്പോൾ നമുക്ക് പഠിക്കാൻ നമുക്ക് ഒത്തിരി ഉണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടെ കുത്തിയിരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ തലയിൽ കയറത്തില്ല. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുക, ഒരു പോർഷൻ ഉണ്ട്. ഇപ്പം ക്രൂസിഫോ മാത്രമാണെങ്കിൽ ഒരു ദിവസം ക്രൂസിഫോ മാത്രം അത് മാത്രം പഠിക്കുക, അതിനെ കുറിച്ചുള്ള മാത്രം. അങ്ങനെ ഓരോ ഫാമിലി, സൺഫ്ലവർ ഫാമിലിയുടേത്, അങ്ങനെ ഓരോ ദിവസമായിട്ടോ, അതായത് കൂടുതൽ പ്രഷർ കൊടുക്കാതെ പതുക്കെ പഠിച്ച് മാറ്റുക. എല്ലാം കൂടെ ബൾക്കായിട്ട് വെക്കാതിരിക്കുക. ഡിവിഷൻ ആൻഡ് ലേബർ വെരി എഫക്റ്റീവ് ആണ്. എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു, പലർക്കും എഫക്റ്റീവ് ആയിരിക്കും. അതൊക്കെ നമ്മൾ കൂടുതൽ വെക്കുന്നതിനേക്കാൾ നല്ല അതൊക്കെയാണ്. പിന്നെ ഫിസിക്സ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ പോയിന്റ്സ് പോണ്ടർ ആണെങ്കിലും ഫിസിക്സിന്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തേ പറ്റും, ചെയ്യണം. കാരണം 1D മോഷനകത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ഇപ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചായിരുന്നല്ലോ. ഞാൻ NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അയ്യോ വരുമായിരിക്കോ വരത്തില്ല, അങ്ങനൊരു കോൺസെപ്റ്റിലായിരിക്കുമല്ലോ നമ്മള് NCERTയുടെ പുറകിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പം ഞാനത് വലിയ ഇത് കൊടുക്കാതാണ് ചെയ്തത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കത്തിയില്ല. ആ ടെൻഷനകത്ത് ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് കത്തിയില്ല, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഒന്നും കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതും കൂടെ കറക്റ്റ് ആക്കി കൂടായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള വഴി നിങ്ങൾക്കുണ്ടാവരുത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം ചെയ്തു കഴിയുമ്പം നമുക്ക് മനസ്സിലാവും ഇന്ന 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് അത്ര ഇതായിട്ടില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാവുമല്ലോ. അത് മാർക്ക് ചെയ്തിടുക. അത് എന്നിട്ട് 2 ദിവസത്തിന്റെ ഗ്യാപ്പിൽ വീണ്ടും ഒന്ന് ചെയ്യുക. അപ്പം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവും. അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക. പിന്നെ ഫിൽട്ടർ ഔട്ട് ചെയ്യുക. എന്തും ഇപ്പം ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ആ ക്ലാസ് മുഴുവൻ കേട്ട് വന്ന് ആ ക്ലാസ്സിൽ ആദ്യം തൊട്ട് അവസാനം വരെ എന്താണ് പഠിപ്പിച്ചതെന്നുള്ളത് വരുന്ന എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം എനിക്കറിയാമെന്ന് തോന്നും. അങ്ങനെ ചെയ്യാതിരിക്കുക. പകരം സ്റ്റഡി പാക്കേജ്, സ്റ്റഡി മെറ്റീരിയൽ, വർക്ക് ബുക്ക് ഇതിലേതാണ് ഈസി ആൻഡ് കമ്പാരിറ്റീവ്ലി നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്
അത് നിങ്ങൾ ചെയ്യുക. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റഡി പാക്കേജ് ആയിരുന്നു. ഞാൻ വരുന്ന ഉടനെ സ്റ്റഡി പാക്കേജ് എടുത്ത് ചെയ്യും. എനിക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പം എനിക്ക് മനസ്സിലാവും. ഞാൻ ആ പോർഷൻസ് വീണ്ടും എടുത്ത് പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഒന്നും അറിയാത്തതായിട്ട് കാണത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ചാപ്റ്ററിൽ ഇന്ന 2-3 പോർഷൻസ് ആയിരിക്കും നമുക്ക് ഒന്നും അറിയാത്തത്. അത് മനസ്സിലാക്കി അത് ടാക്കിൾ ചെയ്യാൻ നോക്കുക. അതിനെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആക്കി വെക്കുക. അപ്പൊ ആ മാർക്കും കൂടി കിട്ടത്തില്ലേ? അങ്ങനെ ചെയ്തേച്ചാൽ മതി. പിന്നെ NCERT എക്സാംപ്ലർ ഞാൻ ചെയ്യാൻ തുടങ്ങിയത് മോഡൽ എക്സാമിന്റെ സമയത്തായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഫുൾ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ശ്രമിച്ചായിരുന്നു. മാക്സിമം ചാപ്റ്റേഴ്സ് ഞാൻ ചെയ്തു. അപ്പം നിങ്ങൾ ഇപ്പോഴേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ NCERT എക്സാംപ്ലറോ ഒന്നെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് വല്ലതും എടുക്കുക. അപ്പം എടുത്തിട്ട് എക്സാംപ്ലർ ശരിക്ക് ചെയ്യുക. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നല്ല എഫക്റ്റീവാണ്. ബയോളജി ആണെങ്കിൽ പോലും നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. ചെയ്യുക. പിന്നെ ഫിസിക്സ് വരുമ്പം ക്വസ്റ്റ്യൻസ് ശരിക്ക് ചെയ്യുക. ഫിസിക്സ് ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നല്ലപോലെ പഠിച്ചാൽ, നമുക്ക് കോൺസെപ്റ്റ് നല്ലപോലെ അറിയാമെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കും ഫിസിക്സ്. അങ്ങനെ ഒരു വലിയ ഹെൽപ്ഫുൾ ആണ് ഫിസിക്സ്. എനിക്ക് അങ്ങനെ ആയിരുന്നേ. ഇനിയും ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കെമിസ്ട്രി വരുമ്പോഴത്തേക്കും കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക്, ഫിസിക്കൽ ഫിസിക്സ് പോലെ ക്വസ്റ്റ്യൻസ് ശരിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ പഠിക്കുക. അതിനകത്ത് ടേബിൾസ് ഉണ്ട്, ഇലക്ട്രോണിന്റെ ഒക്കെ ശരിക്ക് ക്വസ്റ്റ്യൻസ് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ ചെയ്യുക. ഞാൻ അരിഹന്തും പിന്നെ റെസനൻസ് ചിലപ്പം ചെയ്യുമായിരുന്നു. പിന്നെ NCERTയുടെ പുറകിലെ ക്വസ്റ്റ്യൻസ്, എക്സാംപ്ലർ, സ്റ്റഡി പാക്കേജ്, സ്റ്റഡി മെറ്റീരിയൽ, ബ്രില്യൻ്റ് ആയിരുന്ന എല്ലാ മെറ്റീരിയലും ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ നമുക്ക് ഒന്നും അറിയാത്തതായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യും. നമ്മൾ പുതിയതായിട്ട് വഴി കണ്ടുപിടിക്കും. നമുക്ക് മനസ്സിലാവും ഇന്നത് ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന്. നമുക്ക് പുതിയൊരു മെത്തേഡ് കിട്ടുക അവിടെ. അങ്ങനെ അതിനെ കാണുക. അല്ലാതെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതെ പുതിയ ഒരു മെത്തേഡ് ഞാൻ പഠിച്ചു അങ്ങനെ ചിന്തിക്കുക. എല്ലാത്തിനും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ എടുത്തേച്ചാൽ മതി. പിന്നെ അപ്പൊ ഫിസിക്കൽ പറഞ്ഞു. ഇനോർഗാനിക് വരുമ്പോഴത്തേക്കും ഇനോർഗാനിക് ടേബിള്, DF ബ്ലോക്ക് ഒക്കെ അതിനകത്ത് എങ്ങനെ പഠിക്കണമെന്നുള്ളത് സാറ് തന്നെ നമുക്ക് പറഞ്ഞു തരും. നിമോണിക്സും ഒക്കെ സാറന്മാരെ തന്നെ പറയും. അതൊക്കെ ഉപയോഗിക്കുക. നിമോണിക്സ് അങ്ങനെ ഡിസ്കസ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ChatGPTയിലോ ജെമിനയിലോ നമ്മുടെ ലേണിംഗ് ആപ്പിലൊക്കെ ഇട്ടുമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. കഴിഞ്ഞ വർഷത്തെയൊക്കെ ആ ഡിസ്കഷൻ പലറ്റിലൊക്കെ കാണും. അപ്പം അതൊക്കെ ഉപയോഗിക്കുക. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ബ്രില്യൻ്റ് ആയിരുന്ന റിസോഴ്സ് എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി. ഞാൻ ഇപ്രാവശ്യം ചെയ്ത ശരിക്കും ലേണിംഗ് ആപ്പ് ഞാൻ ശരിക്കും യൂട്ടിലൈസ് ചെയ്തു. ഈവൻ ദ ഓഡിയോ ബുക്ക്, കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സിന് ഓഡിയോ ബുക്ക് അല്ല, കെമിസ്ട്രി ആണെങ്കിലും ബയോളജിക്ക് ആണെങ്കിലും ഓഡിയോ ബുക്ക് ഉണ്ട്. ശരിക്കും അങ്ങ് കേട്ടോളുക. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇപ്പം ഇനോർഗാനിക് ഞാൻ പറഞ്ഞുകൊണ്ട് ടേബിൾ നല്ലപോലെ പഠിക്കുക. പിന്നെ ലാസ്റ്റ് മറ്റേ അമിനോ ആസിഡ് അതൊക്കെ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇന്ന വിറ്റാമിൻ്റെ ഏതൊക്കെ സോഴ്സ് ആണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയാത്ത, ഞാൻ എപ്പോഴും തെറ്റിക്കുന്നതൊക്കെ എഴുതിയിടും. പിന്നെ കുറച്ച് സ്ട്രക്ചർ ഉണ്ടല്ലോ അമിനോ ആസിഡിന്റെ, മറ്റേ R ഗ്രൂപ്പ് ഏതാന്നൊക്കെ ഉള്ളത്, അതൊക്കെ ഞാൻ, അതായത് എവിടുന്ന് ക്വസ്റ്റ്യൻ വരാമല്ലോ നമുക്കറിയത്തില്ല. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ശരിക്കും അങ്ങ് ചെയ്യുക. നമുക്കൊരു ഗിൽറ്റ് അടിക്കരുത്, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ എയിം. അപ്പം ഞാനിങ്ങനെ ഭിത്തി കുരുകുര എഴുതിയിടുമായിരുന്നു. അപ്പം ഇങ്ങനെ പോകുമ്പോൾ നമ്മളത് വാച്ച് ചെയ്തുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പം നമുക്ക് കുറെ കഴിയുമ്പോഴത്തേക്കും തനിയെ ഓട്ടോമാറ്റിക്, നമ്മളൊന്നും ഫോഴ്സ് എടുക്കാൻ ആവശ്യമില്ല, തനിയെ നമുക്ക് അങ്ങ് കേൾക്കുള്ളൂ. അങ്ങനെ ചെയ്യുക. പിന്നെ ഇനോർഗാനിക് നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും. റെക്കോർഡഡ് ക്ലാസ് സ്പീഡിലിട്ട് കാണരുത്. ഞാൻ 1ലായിട്ട് കണ്ടേ. റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും പ്രാക്ടിക്കൽ കെമിസ്ട്രി ആണെങ്കിലും സാറ് പറയുന്നു സ്പീഡിട്ട് കാണാൻ നിൽക്കരുത്. അത് 1ലിട്ട് തന്നെ കണ്ടാൽ മതി. അപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാവും. നമ്മൾ പ്രാക്ടിക്കൽ കെമിസ്ട്രി ഞാൻ 1 കണ്ടതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ആ പ്രോസസ്സ് നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കും. ഇതിങ്ങനാണ് ആ ഒരു അതിന് ഏറ്റവും നല്ല സ്പീഡ് ഇട്ട് കണ്ടാൽ എന്തൊക്കെയോ വന്ന് വരുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. 1 ഇട്ട് കാണാം. അപ്പൊ ഒറ്റ തവണ കണ്ടാച്ചാൽ മതി, ഒത്തിരി തവണ കാണേണ്ട ആവശ്യം വരത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യുക. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് ചെയ്യാവോ ചെയ്യുക. ഞങ്ങൾ 3 പേരും റൂമില് ഹിസാന് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ അവളെനിക്ക് പാസ് കഴിഞ്ഞ ഷായതൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പാസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ അവര് ഡി ബ്ലോക്ക് ആയിരുന്നു. അവരുടെ എക്സാം പേപ്പർ ഞാൻ എടുക്കും, എന്റെ എക്സാം പേപ്പർ അവരെടുക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസും കാണും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ഓർഗാനിക് ഇനി ഓർഗാനിക് ഞാൻ നല്ലപോലെ മറന്നു പോകായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്ത് എന്നും ഷോർട്ട് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിസിക്സ് കെമിസ്ട്രി ഷോർട്ട് നോട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ക്ലാസ്സിന്റെ കൂടെ തന്നെ അത് എഴുതുക നോക്കുക. ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ, ഈവൻ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയാത്ത പോർഷൻസ് ആണ് അതൊരു ഷോർട്ട് നോട്ടിൽ, ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി നമ്മുടെ ഭിത്തിയിൽ ഒട്ടിച്ചേക്കാം. അപ്പം നമുക്ക് ഇന്ന ചാപ്റ്ററിൽ ഇന്ന പോർഷനാണ് അറിയാത്തത്. അപ്പം നമ്മൾ എന്നും നമ്മൾ ഫേസ് ചെയ്യുന്നിടത്ത് തന്നെ എത്തിക്കുക. അപ്പം നമ്മൾ ചുമ്മാ ആണെങ്കിലും നമ്മളിങ്ങനെ സൂണോട്ടായിട്ട് എവിടെയെങ്കിലും നോക്കിയിരിക്കുമ്പോൾ നമ്മൾ കാണുമല്ലോ. അപ്പം കാണുമ്പോൾ നമുക്ക് മനസ്സിലത് പതിഞ്ഞോളും. അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക. ഫിൽറ്റർ ഔട്ട് ചെയ്യുക, എന്തിനേയും ഫിൽറ്റർ ഔട്ട് ചെയ്യുക. മുഴുവൻ ഇരുന്ന് പഠിക്കാൻ നോക്കാതെ എന്താണോ അറിയാത്തത് അതിൽ ഫോക്കസ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ഞാനപ്പം എന്നും ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ റിയാക്ഷൻസിന്റെ നെയിമൊക്കെ മറന്നു പോകും. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാണും, അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. ഇതിനകത്ത് ഞാൻ എങ്ങനെ ഇതിനെ ഓർക്കും എന്നുള്ള ഒരു മെത്തേഡ് കാണുമല്ലോ, അത് നമ്മൾ സ്വയം ഓർത്ത് ചെയ്യുക. അങ്ങനെയൊക്കെ അത് ഓർക്കാൻ ശ്രമിക്കാം. പിന്നെ ഇതൊന്നും കൺഫ്യൂഷൻ ആവരുത്, ആ രീതിക്ക് അതിനെ ഓർത്തോണം കേട്ടല്ലോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ബയോളജി A to Z. ഈവൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഞാൻ ഓഡിയോ ബുക്കും കേൾക്കുമായിരുന്നേ. അതെന്താന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് പേജിൽ ക്ലോറോക്വിനോൺ, ക്വാട്ടർണറി അമിനോ ആസിഡ് ഏത് ഫംഗ്ഷൻ, അതൊക്കെ എപ്പോഴും ഓർക്കാൻ എനിക്ക് ഇത്തിരി പാടായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നടക്കുമ്പോഴത്തേക്ക് അത് ഞാൻ കേൾക്കാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ ബയോളജി ആണെങ്കിലും നല്ല പോലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാം, ഓഡിയോ ബുക്ക് ഉപയോഗിക്കുക. എന്തെങ്കിലും അടുക്കി പറക്കുന്നൊക്കെ സമയത്ത് നമ്മൾ പഠിക്കുമല്ലോ, അപ്പൊ ആ ഹെഡ്ഫോൺ അങ്ങ് വെച്ചേക്കാം. അപ്പൊ ഇങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ പതി. ഇപ്രാവശ്യത്തെ മറ്റേ ഒരു ഫിസിയോ കെമിക്കൽ റിയാക്ഷൻ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്ന് ഞാനിങ്ങനെ കേൾക്കുമ്പോൾ ഈ ഫസ്റ്റ് പേജ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ ലൈൻ എല്ലാം നമുക്ക് കാണാപ്പാടറിയാം. അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. മാക്സിമം യൂട്ടിലൈസേഷൻ ആണ്. നമുക്ക് എന്ത് റിസോഴ്സ് കിട്ടുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബയോളജി ചാർട്ടിന്റെ ഫിഗേഴ്സിന്റെ അവിടെയൊക്കെ ഓരോ പോയിന്റ്സ്, ഇപ്പം കോൺകോബിന്റെ അടുത്താണെങ്കിൽ അതെന്താ അങ്ങനെയൊക്കെയുള്ള എഴുതി വെക്കാം. മറ്റേ സ്ട്രോബെറിയുടെ റക്കീൻ അതൊക്കെ എഴുതി വെച്ചേക്കുമ്പോൾ നമ്മൾ ഈ ചുമ്മാ ഇങ്ങനെ മറിക്കുമ്പോൾ ഇന്നതിനകത്ത് ഇന്നതുണ്ട് എന്നുള്ള നമുക്ക് ബോധം വരും. പിന്നെ എവല്യൂഷന്റെ മറ്റേ സ്കെച്ച് ആണെങ്കിലും ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം സൂസ്റ്ററോഫൈലം മാത്രം അങ്ങനെ മാത്രമായിട്ട് എടുത്ത് പഠിക്കുക. ഇതൊക്കെ ഒന്നും കോഡ് നമുക്ക് CTR അങ്ങനെയൊക്കെ അതൊന്ന് കോഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് അതെല്ലാം കാണാൻ പഠിക്കാൻ പറ്റും. പിന്നെ ബയോഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ഒക്കെ ഈസി ആയിട്ട് പഠിക്കാം. ആദ്യം പഠിക്കാൻ പറ്റുന്നത് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഈസി ഉള്ള പഠിക്കാം. നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പഠിക്കുക. അങ്ങനെ നമ്മുടെ മൂഡിനനുസരിച്ച് ഫിൽട്ടർ ചെയ്ത് നമ്മൾ പഠിക്കാം. ഓരോരുത്തരുടെയും പഠിക്കുന്നുള്ള ഒരു ടെക്നിക്ക് ഡിഫറെന്റ് ആയിരിക്കും. കമ്പയർ ചെയ്യാതിരിക്കുക, പിയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, ഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് പോവുക. ശരിക്കും എന്റെ റൂംമേറ്റ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞങ്ങൾ ശരിക്കും കാരണം ഒരു ടെൻഷൻ ഞങ്ങൾക്ക് 3 പേർക്കും ടെൻഷൻ വരും. ഞങ്ങൾ 3 പേരും ഔട്ടാവും. പക്ഷെ ശരിക്കും ഞങ്ങൾ തമ്മിൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഈ ഒരു എനിക്ക് 8 മാസമായിരുന്നു. അപ്പൊ 8 മാസം മെമ്മറബിൾ ആക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുക. പിന്നെ ഹെൽപ്പ് എവിടെ വേണമെങ്കിൽ ചോദിക്കുക. റെഫറൻസിന് പോകാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക. എനിക്കിഷ്ടം അല്ലായിരുന്നു. ഞാൻ ആകെ 3 തവണ പോയിട്ടുള്ളൂ. അതും ഹോസ്റ്റൽ മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് ഞാൻ പോയതാണ്. പക്ഷെ ആക്ച്വലി പോകുമ്പം നമ്മൾ പഠിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ടൈം ടേബിൾ ഫോളോ ചെയ്യുക എനിക്കതൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിരുന്നത്. അതാകുമ്പോൾ നമ്മുടെ ഒരു ഇതിൽ പോവാമല്ലോ. പിന്നെ ഒരു തവണ എനിക്ക് ടെൻഷനുള്ള സമയത്ത് ഞാൻ ഒരു തവണ റെഫറൻസിന് പോയി. അപ്പൊ ഞാൻ റെഫറൻസിന് വന്ന D ബ്ലോക്കിലായിരുന്നു. അപ്പൊ D ബ്ലോക്കിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അത് ഞാൻ എന്റെ വാർഡൻ വഴി ജോസഫ് സാറിനെ കണ്ടു. അപ്പൊ സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഈസി നെഗറ്റീവ് ചിന്തിക്കാനാണ് പോസിറ്റീവ് ചിന്തിക്കുന്നതിനേക്കാളും. അപ്പം നാച്ചുറലി നമ്മൾ നെഗറ്റീവ് ചിന്തിക്കും. പക്ഷെ നമ്മുടെ മനസ്സിനെ കൊണ്ട് പോസിറ്റീവ് ചിന്തിച്ചാൽ അതെപ്പോഴും സക്സസിലേക്ക് ലീഡ് ചെയ്യും. ശരിക്കും അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മെന്റേഴ്സിനോട് സംസാരിക്കുമ്പം ശരിക്കും അത് ഹെൽപ്ഫുള്ളാണ്. സാർ അന്നാ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഈവൻ ലാസ്റ്റ് എക്സാമിനാണെങ്കിൽ പോലും അന്ന് ശരിക്കും ഞാൻ ഓർത്തു ഇനി എഴുതിയിട്ട് കാര്യമില്ല, ഇനി എഴുതണോന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ പിന്നെ ഓർത്തു എന്തായാലും ഇത്രയായി, എന്നാ പിന്നെ എഴുതി തീർക്കാം. അങ്ങനെ എഴുതിയതുകൊണ്ടാണ് ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഇന്നിപ്പോ ഈ വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാനും എടുക്കത്തില്ല. അപ്പം നമുക്ക് പോസിറ്റീവായിട്ട് എന്തായാലും ഇത് ഞാൻ ചെയ്തിരിക്കും എന്നുള്ളൊരു മെന്റാലിറ്റി കൊണ്ടുവരിക. ഞാൻ ശരിക്കും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ കിട്ടത്തില്ല എന്ന് തന്നെ.
അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചാണ് വീട്ടിൽ ഇത് പോയി. സാറിന് ഞാൻ മെസ്സേജ് ഇട്ടു, സാർ ഇത്ര എനിക്ക് തെറ്റി, ഇത്ര ഞാൻ വിട്ടു, അപ്പൊ ഇനിയും കിട്ടാവുന്ന കിട്ടുക. അങ്ങനെ ഞാൻ 2 ദിവസം ഞാൻ ആൻസർ കീ പോലും ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. സാർ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചെക്ക് ചെയ്യുന്നതൊക്കെ. എന്നാ അത്രേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ തെറ്റിക്കാണോ എന്നുള്ളൊരു ഇതില. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഗിൽറ്റ് അടിക്കാത്ത രീതിയിൽ പഠിക്കുക, നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫിൽട്ടർ ഔട്ട് ചെയ്യുക. പിന്നെ ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് എല്ലാവർക്കും ഒരു ചാപ്റ്ററിനകത്ത് ഇത്ര പോർഷൻസ് മാത്രമേ അറിയാത്തത് കാണും, ആ പോർഷൻ മാത്രം എടുത്ത് നോക്കുക. സില്ലി മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യുക. എനിക്ക് യൂണിറ്റ് തെറ്റി നീറ്റ് എക്സാമിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഫിസിക്സിലെ പോയായിരുന്നു. പിന്നെ റൊട്ടേഷനൊക്കെ ശരിക്കും മനസ്സിലാക്കി പഠിക്കുക, ശരിക്കും ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈവൻ ബയോളജി ഞാൻ ചെയ്യാതിരുന്നത് ഇപ്രാവശ്യം ഞാൻ ചെയ്തതും ബയോളജിക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തു. കാരണം എനിക്ക് മടി വന്നപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ലേണിംഗ് ആപ്പിൽ പോയിട്ട് ലെവൽ 1 തൊട്ട് ചെയ്യാൻ ഞാൻ പറയത്തില്ല, പകരം ലെവൽ 4 എടുക്കുക. ലെവൽ 4 എടുക്കുമ്പോഴത്തേക്ക് ഇത്തിരി ഹൈ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്കറിയാത്തത് നമുക്ക് മനസ്സിലാവും, അപ്പൊ നമ്മൾ വീണ്ടും പഠിക്കും. ലെവൽ 1 എടുക്കുക നമുക്കൊന്നും എനിക്കെല്ലാം അറിയാം, പക്ഷെ അങ്ങനെയല്ല, നമുക്കറിയാത്ത ഇഷ്ടം പോലെ കാണും. അപ്പൊ ലെവൽ 4 നിന്നായിരുന്നു ഞാൻ തുടങ്ങിക്കൊണ്ടിരുന്നത്. അസേർഷൻ റീസൺ മാക്സിമം ചെയ്യാൻ നോക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ശരിക്കും ചെയ്യുക. ഞാൻ അസേർഷൻ റീസണ് മറ്റേ MGGയുടെ എയിംസിന്റെ പണ്ടത്തെ ഒരു അസേർഷൻ റീസൺ ഉണ്ടായിരുന്നു ബുക്ക്, അത് ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അപ്പം അതിനകത്ത് നമുക്ക് വേണ്ടാത്ത കുറച്ചുണ്ട്, പക്ഷെ എന്നാലും ഫിൽട്ടർ ഔട്ട് ചെയ്ത് കുറച്ചൊക്കെ എടുക്കാം. ഇവൻ ബയോടെക്നോളജി ആണെങ്കിൽ അതിനകത്തൊക്കെ കുറച്ച് അസേർഷൻ റീസൺ ഒക്കെ നല്ലതായിരുന്നു. പിന്നെ അരിഹന്തിനകത്താണെങ്കിൽ അസേർഷൻ റീസൺ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ഈവൻ ബ്രില്യന്റ് ആയിരുന്ന അസേർഷൻ റീസൺ ഞാൻ ചെയ്ത് തീർക്കുമായിരുന്നു. ഞാൻ ഓരോ എക്സാമിന്റെ പഠിക്കാൻ, അതായത് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ക്ലാസ്, ശനിയാഴ്ച ഒരു ദിവസം, ഞായറാഴ്ച ഒരു ദിവസം. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വെള്ളിയാഴ്ച വരെയുള്ള ക്ലാസ്, വെള്ളിയാഴ്ച വരെയുള്ള എന്താണോ പഠിച്ചത് എല്ലാ ദിവസവും ഡെയിലി പഠിക്കും. ഡെയിലി പഠിച്ചിട്ട് ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ഉള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ളത് പഠിക്കും. അപ്പം പഠിച്ച് നമ്മൾക്ക് നോട്ട് കുറച്ചു നേരം നോക്കും, അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ സ്റ്റഡി പാക്കേജ്, സ്റ്റഡി മെറ്റീരിയൽ, വർക്ക് ബുക്ക് ഇതൊക്കെ ഞാൻ ചെയ്ത് കംപ്ലീറ്റ്, അതായത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാലേ ഞാൻ ആ എക്സാമിന് റെഡി ആകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്തിരിക്കും. അങ്ങനെ ഞാൻ ഫുൾ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇപ്പം ഒന്നെങ്കിൽ എന്റെ റൂംമേറ്റ്സിന്റെ എക്സാം നേരത്തെ കഴിഞ്ഞാണ്, അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ്ലി ബ്രില്യന്റ് നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ, അത് അവളുടെ കേൾക്കണം, അതിപ്പോ ഞാൻ എടുക്കും, എന്റെ കയ്യിലുള്ള അവർക്ക് കൊടുക്കും. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ ഐഡിയ കിട്ടും. പിന്നെ ഞാൻ K+ എക്സാം ഉണ്ടായിരുന്നു. ടഫുൾ എക്സാം ആണെന്ന് വിചാരിച്ച് ഒരിക്കലും എക്സാം സ്കിപ്പ് ചെയ്യരുത്. അതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാല് നമുക്ക് മറ്റേ എക്സാമിനകത്ത് കോമൺലി കാണുന്ന കുറെ ക്വസ്റ്റ്യനും ഇതിനകത്ത് നമ്മൾ തീരെ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു ലാസ്റ്റ് എക്സാമിന്. നമുക്ക് തീരെ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമ്മളൊന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ സ്ലോലി, അതായത് നമുക്ക് റാങ്ക് കുറവായിരിക്കും, മാർക്ക് കുറവായിരിക്കും, എല്ലാം ശരിയായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു പുതിയ മെത്തേഡ് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ആ എക്സാം അറ്റൻഡ് ചെയ്യുക. ഞാൻ A+ എക്സാം അറ്റൻഡ് ചെയ്ത് ഏറ്റവും ഹെൽപ്ഫുൾ ആയത് ആ ഫിസിക്സിനകത്തൊക്കെ ഒന്നും മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് പോലും എങ്ങനെയും ചെയ്തെടുക്കാം എന്നുള്ളൊരു മെന്റാലിറ്റി അവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം പിന്നെ ലോജിക്ക് ഉപയോഗിക്കാം. ഓസിലേഷന്റെ ആ ഒരു ഗ്രാഫുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, അതിന് ഞാൻ ഉപയോഗിച്ച ലോജിക്കാണ്. നമ്മള് പ്രാക്ടിക്കൽ ഫിസിക്സ് സാറ് വീഡിയോ ഇടും, പെർഫെക്റ്റ് ആയിട്ട് സാറുമാര് ക്ലാസ് എടുക്കുന്നത്. അത് 1 എന്നുള്ള സ്പീഡിൽ തന്നെ ഇട്ട് കാണുക, സ്പീഡ് കൂട്ടാതെ. അപ്പൊ നമുക്ക് മനസ്സിലാവും സാറിപ്പം ചന്ദ്രബാബു സാറ് ഓരോ ബോൾ ഇങ്ങനെ വീണിട്ട് ആ ഫ്ലൂയിഡ് പോകുന്നതും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പൊ അതേ എഫക്റ്റിൽ നമ്മളത് കാണുക. അപ്പം ലോജിക്ക് ഉപയോഗിക്കുക. ഞാൻ അവിടെ ഉപയോഗിച്ച ലോജിക്ക, ഓസിലേഷൻ സാർ പഠിപ്പിച്ചപ്പോൾ ആ ഇക്വേഷൻ വെച്ച് എങ്ങനെ വരാന്നുള്ളത് നമുക്ക് എല്ലാം നമുക്ക് അറിയണമെന്നില്ല, പക്ഷെ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ലോജിക്ക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പഠിക്കുക. പക്ഷെ പഠിക്കണം, ശരിക്കും പഠിക്കണം. പഠിച്ചിട്ട് മാത്രമേ ചെയ്യാം, ചുമ്മാ കറക്കി കുത്തരുത്. നമുക്ക് അറിയുന്നതിൽ നിന്ന് നമ്മൾ ക്യാൻസൽ ചെയ്തെടുക്കുന്നതും കറക്കി കുത്തുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കറക്കി കുത്താതിരിക്കുക. എക്സാം മാക്സിമം എഴുതുക. പിന്നെ ഫ്രസ്ട്രേഷൻ വരുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ പോയിരുന്നു. ഞാൻ എക്സാം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എക്സാം സ്കിപ്പ് ചെയ്യുമ്പം സ്കിപ്പ് ചെയ്യലെന്ന് പറയും, പക്ഷേ ഫ്രസ്ട്രേഷൻ വരുമ്പം വീണ്ടും അവിടെ കടിച്ചു നിൽക്കരുത്. നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ ഫ്രീ ആവുന്നത് ആ രീതിക്ക് പോവുക. ചിലവർക്ക് വീട്ടിൽ പോകുന്നതായിരിക്കും, ചിലവർക്ക് വേറെ വല്ലതൊക്കെ ആയിരിക്കും. എനിക്ക് വീട്ടിൽ പോകുന്നതും സിനിമ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ പോയി സിനിമയൊക്കെ കണ്ട് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് അത് ചെയ്യുക. പിന്നെ ട്രസ്റ്റ് ദ പ്രോസസ്. ബ്രില്യന്റ് നിങ്ങളെ ശരിക്കും
ടാർഗറ്റിലേക്ക് എത്തിച്ചിരിക്കും. സാറുമാരുടെ വീഡിയോ ക്ലാസ്സസ് ആണെങ്കിലും ഈവൻ മോർഫോളജി ഒക്കെ ആണെങ്കിലും, മോർഫോളജി ഒക്കെ രാഹുൽ സാർ എടുത്ത ശരിക്കും ഞാൻ സാറ് എങ്ങനെ ചെയ്യണം, സാറ് പടം വരയ്ക്കുന്ന നമ്മൾ പതുക്കെ കാണുക, സമയം എടുക്കും, പക്ഷെ അത് പതുക്കെ കാണുക. അപ്പൊ നമുക്കത് നല്ലപോലെ മനസ്സിലാവും. കെമിസ്ട്രി പ്രാക്ടിക്കൽ അജേഷ് സാറായിരുന്നു. സാറാണെങ്കിൽ പറയുമ്പം ഓരോ ഇന്ന ഒഴിക്കുക, അത് നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്നുള്ളതൊന്നും ഒന്ന് ഇമാജിൻ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊന്നും സ്പീഡിട്ട് കാണാതെ എല്ലാം ഒറ്റ ഇത് കിടക്കുക, ആ കറക്റ്റ് സ്പീഡിൽ മാത്രം കാണുക. ഫിൽറ്റർ ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അസർഷൻ റീസൺ ചെയ്യുക. അസർഷൻ റീസൺ ഒക്കെ എപ്പോഴും ചെയ്യണം. ബ്രില്യന്റിലെ ആ മെറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഞാൻ ചെയ്യുമായിരുന്നു, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ ബ്രില്യന്റിലെ എല്ലാ മെറ്റീരിയലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. മോഡൽ എക്സാമിന്റെ മുന്നായിട്ട് ഒരു ടൈം ടേബിൾ അല്ല, അതായത് ചാപ്റ്റർ എഴുതിയിട്ട് ഈ നമുക്കുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ. എനിക്ക് അരിഹന്ത് ഉണ്ടായിരുന്നു, ഞാൻ അരിഹന്ത് ഫോളോ ചെയ്യായിരുന്നു, എക്സാംപ്ലർ ഫോളോ ചെയ്യായിരുന്നു, NCERT, പിന്നെ ഏതൊക്കെയായിരുന്നു, സ്റ്റഡി മെറ്റീരിയൽ പാക്കേജ്, വർക്ക് ബുക്ക്, ഈ 3 ഇങ്ങനെ ഞാൻ എഴുതിയിട്ട് ഞാൻ ഒരു ചാപ്റ്റർ എഴുതിയിട്ട് ഇന്ന കറക്റ്റ് ചെയ്തു എന്നുള്ള ടിക്ക് ചെയ്തിട്ടു. അപ്പൊ ഇന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ ചാപ്റ്ററിലെല്ലാം എനിക്ക് ഇത്ര അറിയാം. അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും ടെൻഷൻ കുറയ്ക്കാം. ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ലാസ്റ്റ് ഇൻ ദ സെൻസ് മോഡൽ എക്സാം തുടങ്ങി ജനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അപ്പം സാറ്, എൻ്റെ പേരൻസ് സാറിനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ സാർ എന്നോട്, ജിത്തു സാറാണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ, ഞാൻ സാറിനോട് സംസാരിക്കായിരുന്നു. അപ്പൊ സാറ് എന്നോട് പറഞ്ഞു, ഇത്ര ഒരു മാർക്ക് ഇവരുടെ ഉണ്ട്, നമ്മുടെ മാർക്കിന്റെ അനുസരിച്ച് എത്രയാണ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ മാർക്ക് സാർ എന്നെ കാണിച്ച് എന്ത് പറഞ്ഞു. അപ്പൊ സാർ എന്നോട് പറഞ്ഞു, നീ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇതിലും കുറയും. എന്തിനാ അത് കുറയ്ക്കുന്നത്? ആ മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, അതിലും കൂടുതൽ മേടിക്കാനുള്ളത് നോക്കുക, അപ്പം ടെൻഷൻ അടിക്കേണ്ട. സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിരുന്നു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും. കാരണം നമ്മളെല്ലാവരും മാർക്ക് കൂട്ടുക, റാങ്ക് കൂട്ടുക, അങ്ങനെ ചിന്തിക്കാതെ നമുക്ക് ഒരു മാർക്കുണ്ട്, ഈ മാർക്ക് കുറയുന്നുണ്ട്, നമ്മൾ ടെൻഷൻ അടിച്ചാൽ ചിലപ്പോഴേ അത് പോസിറ്റീവ് എഫക്റ്റ് വരും, മാക്സിമം ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് വരിക. അപ്പം ഈ നെഗറ്റീവ് എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടി ടെൻഷൻ അടിക്കാതെ ഈ മാർക്കിൽ നിന്ന് ഒരു 20 മാർക്ക് കൂടിയാൽ പോലും നമുക്ക് കൂടുതലാണ്, പ്ലസ്സാ. പക്ഷെ അത് കുറഞ്ഞാലോ, അത് പാടാം. അപ്പം ടെൻഷൻ അടിക്കാതിരിക്കുക. സാർ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഞാൻ എന്നിൽ നിന്ന് ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ചു. ഇതാണ് ഞാൻ മേടിക്കുന്നത്, ഇത് മേടിക്കുക, അതിൻ്റെ കൂടെ ഞാൻ കൂട്ടുക. അപ്പൊ അത് ഇത്ര എന്നെ കൊണ്ട് എന്തായാലും പറ്റും, ഇത് കോൺസ്റ്റന്റാ, ഇതിൽ ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിനോട് സംസാരിക്കാം, വാർഡൻസിനോട് സംസാരിക്കാം. വാർഡൻസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ടെൻഷൻ ഞാൻ മിസ്മാരോട് സംസാരിക്കും, ശരിക്കും അവര് നമുക്ക് പറഞ്ഞു തരും. ഓരോ റിപ്പോർട്ട് കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ ചെയ്യണ്ടേ. നമ്മുടെ പ്രശ്നങ്ങൾ തുറന്ന് നമ്മുടെ ബ്രില്യൻറ്റിലേക്ക് ആരോട് പറഞ്ഞാലും അവരെല്ലാം നമുക്ക് ഫുൾ ആയിട്ടുള്ള വഴികൾ പറഞ്ഞു തരും. ഈവൻ ഡയറക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് ശരിക്കും അവർക്കറിയാം നമ്മൾ എപ്പോഴാണ് ഡൗൺ ആവുന്നത്. ഇപ്പം എക്സാം ടഫ് ആണെങ്കിൽ ഡയറക്ടേഴ്സ് മൈക്കിൽ കൂടെ വിളിച്ച് പറയും, ടഫായിരുന്നു, ഇത് നിങ്ങളെ പറ്റി, അപ്പം അക്സെപ്റ്റ് ചെയ്യുക, അത് അങ്ങനെ ആയിരുന്നു, എല്ലാവർക്കും അങ്ങനെ. അപ്പം പിന്നെ എപ്പോഴും ഫുൾ മാർക്ക് കിട്ടുന്നതിനേക്കാൾ ബെറ്റർ ആണ് കുറയുക. കാരണം നമുക്കറിയാൻ പറ്റും ഇന്ന പോർഷൻ എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കാം. ഫ്രണ്ട്സ്, എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് കംഫർട്ട് സോൺ ആണ്. ഈവൻ ശരിക്കും അത് ബ്രില്യൻസ് ശരിക്കും നന്നൊരു ഭയങ്കര എന്താണ്, ഇറ്റ്സ് പ്രഷ്യസ് ആണ് ശരിക്കും. ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്, റൂംമേറ്റ്സ് എല്ലാം തന്നെ ശരിക്കും ഇവരുമായിട്ടെല്ലാം നല്ലൊരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. ചുമ്മാ ഐസൊലേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കാതെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് നമ്മളൊരു നല്ലൊരു എൻവയോൺമെന്റ് നമ്മുടെ ചുറ്റും ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. ഇതൊരു പ്രോസസ്സാണ്, ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. പക്ഷെ ഇതിന്റെ ആഫ്റ്റർ നമുക്ക് ചില്ല് ചെയ്യാനുള്ള എല്ലാം കിട്ടും. സ്ട്രിക്റ്റ് ആയിരിക്കും, പഠിക്കാനുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമായിരിക്കും, പഠിക്കാനുണ്ട്, പക്ഷെ നമ്മൾ ഹാപ്പി ആയിരിക്കും, നമ്മൾ ആഗ്രഹിച്ച കിട്ടുമല്ലോ. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനോടാണെങ്കിലൊക്കെ നല്ല ചില്ലായിട്ട് ഈ ഒരു സമയം കൊണ്ടുപോകുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും നല്ലൊരു മെമ്മറി ആയിരിക്കും ലാസ്റ്റ്. എക്സാം എഴുതി കഴിയുമ്പോഴും ഇപ്പം എന്താ വെച്ചാൽ ഞാൻ എഴുതി കഴിഞ്ഞപ്പം കിട്ടത്തില്ല എന്ന് ഓർത്തപ്പോൾ ഞാൻ ഓർത്തേ എനിക്ക് എന്തായാലും നല്ല ഫ്രണ്ട്സിനെ കിട്ടി, നല്ല മെമ്മറീസ് കിട്ടി, എന്തായാലും ഇത്രയും ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഐസൊലേറ്റഡ് ആയിരുന്നെങ്കിൽ എനിക്കത് വീണ്ടും ഒരു വിഷമത്തിലേക്കേ വരും. പക്ഷെ ഞാൻ ഓർത്ത ഏറ്റവും നല്ല ഫ്രണ്ട്സിനെ കിട്ടി, ഏറ്റവും നല്ലതായിരുന്നു. അങ്ങനെ ചിന്തിക്കാനുള്ള വകയെ പഠിച്ചു, എനിക്ക് ചെയ്യേണ്ട, ഞാൻ മാക്സിമം ചെയ്യേണ്ട പഠിച്ചു എന്നുള്ള
ആ ഒരു ഇതിലെത്തിക്കുക. അപ്പം ഒരു ഗിൽറ്റ് ഉണ്ടാക്കാതിരിക്കുക, അതിനുള്ള വക സ്വയം ഉണ്ടാക്കല്. പഠിപ്പിക്കുന്നത് അത്രയും തന്നെ സാറുമാർ എത്ര എഫക്റ്റിട്ടാണോ പഠിപ്പിക്കുന്നത്, നമ്മളുടെ മാക്സിമം അത്രയും തന്നെ നമ്മളിട്ട് പഠിക്കുക. പഠിച്ചു കഴിയുമ്പോൾ എക്സാമിന് വേണ്ടി, ഓരോ എക്സാമിന് വേണ്ടിയും പഠിക്കുക. അത് പക്ഷെ ഭാവിയിലെ എക്സാമിന് ഉപകരിക്കുന്ന രീതി വേണം. ചുമ്മാ മഗ്ഗ പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. സാറുമാരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരും ഏതാണോ നമുക്കറിയാത്തതെന്നുള്ളത്. അങ്ങനെയൊക്കെ ചെയ്യുക. സില്ലി മിസ്റ്റേക്ക് ഒഴിവാക്കുക. ഡിവിഷൻ ആൻഡ് സ്റ്റഡി, ഓരോ വലിയ ബൾക്കായിട്ട് എടുത്ത് വെക്കാതെ ഡിവൈഡ് ചെയ്ത് പഠിക്കുക. ഇത്രേ ഉള്ളൂ. ഫിൽട്ടർ ഔട്ട് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. കോമൺ ഏരിയാസ് ഉണ്ട്, അത് ഫോക്കസ് ചെയ്യുക. പ്രീവിയസ് ഇയേഴ്സ് മസ്റ്റ് ആയിട്ട് ചെയ്യണം, അത് ഞാൻ പറയാൻ പറ്റുമോ. പ്രീവിയസ് ഇയേഴ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കുറെ പോർഷൻസ് ഇവരെന്നും ചോദിക്കുന്നുണ്ട്, അതൊക്കെ പഠിക്കാം. പിന്നെ എല്ലാം എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പഠിക്കാൻ നോക്കാം. ചുമ്മാ ടെൻഷൻ എടുക്കണം. ഇത് നല്ല ഒരു സ്ഥലത്താണ് വന്നേക്കുന്നത്. അവരെന്തായാലും നമ്മളെ പെർഫെക്റ്റ് ആക്കിയേ വിട്ടു. നമ്മൾ ടെൻഷൻ അടിച്ച് കുളവാക്കാതിരുന്നാൽ മാത്രം മതി. ടെൻഷൻ വന്നാൽ സാർമാരോട് സംസാരിക്കുക, അവർ നമുക്ക് ഇഷ്ടം പോലെ വഴി പറഞ്ഞു തരും. ഇങ്ങനെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ആരെങ്കിലുമൊക്കെ വരണം. നല്ല എയിംസ് ആണ്. വീട്ടിൽ നിന്ന് ദൂരെയാന്നുള്ള ഒഴിച്ച് ബാക്കി എന്തുകൊണ്ട് നല്ലൊരു എയിംസ് ആണ്. ഈവൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. ഞാൻ ആരെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നു, ആർക്കെങ്കിലുമൊക്കെ നമുക്ക് നേരിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്. നല്ലപോലെ പഠിക്കാം. Brilliant Study Center, India's #1 coaching center for NEET and JEE.